സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി. സർവേശ്വരി, സർവസ്വാമിത്വം കൊണ്ടാണ് സർവേശ്വരി. സർവസ്വാമിത്വാത് സർവേശ്വരി, സർവത്തിനും ഈശ്വരി സർവേശ്വരി. സർവരെയും സദ്ഗതി ഏകി തന്നിൽ തന്നെ ലയിപ്പിക്കുന്നതിനാൽ അവൾ സർവേശ്വരിയാണ്. അവളുടെ ഐശ്വര്യത്തിന് ത്രികാലത്തിലും തടസ്സം വരുന്നില്ല. അതിനാലും അവൾ സർവേശ്വരിയാണ്. 8 വാഗ്ദേവികളിൽ ഒരാളുടെ നാമമായിട്ടും സർവേശ്വരി എന്നത് ഉപയോഗിച്ചു കാണുന്നുണ്ട്. സർവമയി ക്ഷിത്യാദി ശിവാന്ത തത്വാഭിന്ന, സർവവുമായിരിക്കുന്നവളാണ് സർവേശ്വരി. സർവവ്യാപിനിയാണ് സർവമയി. പരബ്രഹ്മത്തിന്റെ രൂപങ്ങളായ 36 തത്വങ്ങൾ അടങ്ങിയതാണ് ഈ പ്രപഞ്ചം. ബ്രഹ്മവും പ്രപഞ്ചവും എന്ന അറിവ് ആണ് ശുദ്ധവിദ്യ. അത് ഒന്നാമത്തെ തത്വം. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചത്തെ കാട്ടുന്ന ഈശ്വരൻ എന്ന് 2 ഉണ്ട് എന്ന് കാണിക്കുന്ന, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടിട്ട് ഒരു തത്വത്തെ പ്രപഞ്ചം നിൽക്കുന്നതായിട്ട് നമുക്ക് അങ്ങനെയാകുമ്പോഴേ നമുക്ക് വിവേചിച്ചറിയാൻ പറ്റുള്ളൂ. അതിനായിട്ട് കാണിക്കുക. അതാണ് 2ാമത്തത്. 3ാമത്തത് ഈ ലോകവും അതിന്റെ കാരണവും ഞാൻ തന്നെ എന്ന ജ്ഞാനമുദിച്ച ജ്ഞാനി, അതിനെ സദാശിവ തത്വം എന്ന് പറയും. 3ാമത്തത്. 4ാമത്തത് ശക്തി തത്വം തന്നെ. 5ാമത്തത് ശക്തിയെ തന്നിൽ ഉൾക്കൊണ്ട് തന്നിൽ തന്നെ അടക്കി വെച്ചിരിക്കുന്ന ശിവൻ, അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന ശിവൻ. ഈ 5 ശിവതത്വങ്ങൾ, ഇത് 5ഉം ശിവതത്വമായിട്ടാണ് അറിയുന്നത്. പിന്നെ ക്ഷിതി മുതൽ ബാക്കിയുള്ളത് ചേർത്തിട്ടാണ് 36 തത്വം. അതായത് ക്ഷിതി മുതൽ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ 5, പഞ്ചതന്മാത്രകൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, മനസ്സൊന്ന്, ബുദ്ധി 1, പ്രകൃതി 1, ഇങ്ങനെ 24 ജഡതത്വങ്ങൾ. ഈ 24ഉം നേരത്തെ പറഞ്ഞതും കൂടെ ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് എന്താ? വിദ്യാതത്വങ്ങൾ. വിദ്യാതത്വങ്ങളിൽ ജീവനെ ഈശ്വരനാൽ നിയന്ത്രിക്കുന്ന നിയതി, നാച്ചുറൽ ലോസ്, കാലം, ടൈം, രാഗം, അതായത് രാഗദ്വേഷാദി വാസനകള്, കല, വിദ്യ, അജ്ഞാനം. ഇത് 7 വിദ്യാതത്വങ്ങൾ അല്ലെങ്കിൽ മായാതത്വങ്ങൾ. അപ്പൊ 24 ജഡതത്വങ്ങൾ അല്ലെങ്കിൽ അതിന് ആത്മതത്വം എന്നും പറയും. 7 വിദ്യാതത്വം അല്ലെങ്കിൽ മായാതത്വങ്ങള് പ്ലസ് 5 ശിവതത്വം. ഈ 3 ഗ്രൂപ്പ് ചേർന്നിട്ടാണ് 36 തത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. 36 തത്വവും ദേവി തന്നെയാണ്. ദേവിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തത്വവുമില്ല. ഈ 36 തത്വത്തിലും ഇരിക്കുന്നതും ദേവിയാണ്, സർവവും ദേവിയാണ്. ഇങ്ങനെ അറിഞ്ഞ് ഉപാസിക്കുന്ന രീതിയെയാണ് തത്വത്തിൽ നിന്ന് അഭിന്നയമായിട്ട് ഉപാസിക്കുന്ന രീതിയെയാണ് തത്വാധ്വ എന്ന് വിളിക്കുന്നത്. ദേവിയെ പ്രാപിക്കാനുള്ള 6 മാർഗങ്ങൾ അധ്വ എന്ന മാർഗമാണ്. തത്വാധ്വ 6 മാർഗങ്ങൾ അധ്വ, അതിലൊന്നാണ് തത്വാധ്വ. മാർഗവും ലക്ഷ്യവും, മാർഗത്തിലൂടെ ലക്ഷ്യം പ്രാപിക്കുന്നവരും സർവവും ദേവീമയമാണ്. അതിനാൽ സർവമയി എന്ന് നാമം. സർവമന്ത്രരൂപിണി, സർവേ സപ്തകോടി സംഖ്യാ മന്ത്രസ്വരൂപമസ്യ. സർവമന്ത്രസ്വരൂപവും ദേവി തന്നെയാണ്. 7 കോടിയിലധികമാണ് മന്ത്രങ്ങളുള്ളത്. 7 കോടിയിലധികം മന്ത്രങ്ങളുണ്ട് മന്ത്രശാസ്ത്രത്തില്. അത്രയും സ്വരൂപങ്ങൾ എടുക്കാനും ദേവിക്ക് സാധിക്കും. 6 അധ്വാക്കളിൽ ഒന്ന് മന്ത്രാധ്വ എന്ന ഉപാസനാ മാർഗം. മന്ത്രം എന്ന് പറയുന്നത് മാർഗവും ദേവതയുമാണ്. മാർഗമായിട്ടും ദേവതയായിട്ടും ഇരുന്ന് ഉപാസകന് സാക്ഷാത്കാരം തരുന്ന ദേവിയെയാണ് സർവമന്ത്രസ്വരൂപിണി എന്ന് പറയുന്നത്. അഷ്ടവാഗ്ദേവതകളിൽ അവളാണ് മന്ത്രമയിയായിട്ടിരുന്ന് ഇവരെ കൊണ്ട് പാടിക്കുന്നതും പറയിക്കുന്നതും സകലവും ചെയ്യിപ്പിക്കുന്നതും എല്ലാം ആ സർവമന്ത്രമയിയായ ദേവി തന്നെയാണ്. മനനം ചെയ്യലാണ് മന്ത്രം. ശരിക്ക് നമ്മുടെ ഉള്ളിൽ മനനം ചെയ്ത് നമ്മൾക്ക് തന്നെ മന്ത്രത്തിന്റെ ദേവത നമ്മുടെ ഉള്ളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന ആ അനുഭൂതിയാണ് ശരിക്കും മന്ത്രത്തിന്റെ ഉപാസനയുടെ ശരിയായ അർത്ഥം. അപ്പൊ അങ്ങനെ മന്ത്രസ്വരൂപിണിയായിരുന്ന സകല ജ്ഞാനവും നമുക്ക് തരുന്ന ആ മനനശേഷി നമുക്ക് തരുന്ന ആ ദേവി മന്ത്രമയി എന്നും സർവമന്ത്രസ്വരൂപിണി എന്നും എല്ലാം വിളിച്ചിരിക്കുന്നു. സർവയന്ത്രാത്മിക, സർവേഷാം ഗണ്ഡാർഗലാദി ആദീനാം യന്ത്രാണാം ആത്മസ്വരൂപം ഏവ ആത്മിക. സർവയന്ത്രസ്വരൂപവും അവൾ തന്നെയാണ്. യന്ത്രങ്ങൾ ദേവതാശക്തിയെ ഉള്ളിലടക്കിയിട്ടുള്ള ജാമിതീയ രേഖാരൂപങ്ങളാണ്. ജോമെട്രിക്കൽ ഫിഗേഴ്സ് എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങള്. അതിൽ ആ യന്ത്രങ്ങളില്
ദേവതാശക്തി ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഗണിതവും ജാമിതിയും എല്ലാം ദേവി തന്നെയാണ്. ഓരോരോ മന്ത്രത്തിനും അതാതിന്റെ ദേവതയ്ക്കുള്ള വ്യത്യസ്ത യന്ത്രങ്ങൾ ഡിപ്പെൻഡിങ് അപ്പോൺ ആ ഗണിതം അനുസരിച്ചാണ് ആ ദേവതയെ നിശ്ചയിക്കുന്നത് നമ്മൾ. അങ്ങനെയാണ് 7 കോടി മന്ത്രം ഉണ്ടെങ്കിൽ 7 കോടിയിലധികം മന്ത്രം ഉണ്ടെങ്കിൽ 7 കോടിയിലധികം യന്ത്രങ്ങളും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നർത്ഥം. ചില യന്ത്രങ്ങൾ ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. ഇങ്ങനെ ഈ ചെറിയതും വലിയതുമായ സർവ്വരൂപങ്ങളിലും സർവ്വയന്ത്ര രൂപങ്ങളിലും ഇരിക്കുന്നത് ഒരേ ദേവതയുടെ, ഒരേ നാച്ചുറൽ ലോ എന്ന് പറയുന്ന ആ ശക്തിയുടെ ആത്മസ്വരൂപം തന്നെ ആയതുകൊണ്ട് അവളെ ആത്മിക എന്ന് വിളിച്ചിരിക്കുന്നു. ഘണ്ട, അർഗലം മുതലായിട്ടുള്ള യന്ത്രങ്ങൾ, അത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവാം, ആസ്ട്രോണോമിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവാം, മറ്റു സാധാരണ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം പോലും ഒരു യന്ത്രമാണ്. മേരു, ശ്രീയന്ത്രം, ഇതൊക്കെ പല ജാതി യന്ത്രങ്ങൾ. യന്ത്രങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. വാഹനങ്ങൾക്ക് ചില പ്രത്യേക യന്ത്രങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം എല്ലാ യന്ത്രത്തിലും ഒരു തൂലിക പോലെ ഒരു യന്ത്രമാണ്. അങ്ങനെ സകല യന്ത്രത്തിലും സകല ആയുധത്തിലും ഇരിക്കുന്നതിനാലാണ് ദേവിയെ ആയുധ പൂജ ചെയ്തുകൊണ്ടും വാഗ്ദേവതയായിട്ട് മന്ത്രപൂജ ചെയ്തുകൊണ്ടും എല്ലാം നമ്മൾ വിജയദശമിക്ക് പൂജിക്കുന്നത്. എല്ലാം അവള് തന്നെയാണ് എന്നുള്ള സങ്കല്പം കൊണ്ടാണ്. സർവതന്ത്രരൂപ വാമകേശ്വരാദി സർവതന്ത്രാണി എവ രൂപം ശരീരമസ്യ സർവതന്ത്രൈ നിരൂപ്യ വാ. സർവതന്ത്രങ്ങളും അവളുടെ സ്വസ്വരൂപമാണ്. സർവതന്ത്രങ്ങളും സ്വസ്വരൂപമായവൾ സർവതന്ത്രരൂപ. സർവതന്ത്രങ്ങളും എന്നതിനെ വാമകേശ്വരാദി എന്ന് ഭാസ്കരരായൻ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. താന്ത്രികമായ സർവവും ദേവിയെ സംബന്ധിച്ചവയാണ്, ദേവിയെ മാത്രം നിരൂപിക്കുന്നവയാണ്. അതിനാൽ അവൾ സർവതന്ത്രരൂപയാണ്. ബഹുദാപ്യാഗമൈർ ഭിന്ന പന്ഥാന സിദ്ധിഹേത തവയ്യേവ നിപതത്യന്ത്യേന സ്രോതസ്വിന്യ ഇവാർണവേ. കാമികാഗമം എന്ന ഗ്രന്ഥം സമസ്ത തന്ത്രങ്ങളെയും ഒന്നൊന്നായിട്ട് ദേവീ ശരീരത്തിന്റെ അവയവങ്ങളായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ കാമികാതന്ത്രം തിരുവടികളാണ്, ഏറ്റവും കാലുകളാണ് കാമിക. യോഗജ എന്ന് പറയുന്നത് കണങ്കാലുകളാണ്. കാരണം, പ്രസൃതം എന്നിവ വലത്തും ഇടത്തും കാൽവിരലുകളാണ്. അജിതം എന്ന തന്ത്രം മുഴങ്കാലുകളാണ്. ദീപ്തം എന്ന തന്ത്രം തുടകളാണ്. അംശുമാൻ എന്ന തന്ത്രം പൃഷ്ഠമാണ്. സുപ്രഭേദം എന്നത് നാഭിയാണ്. വിജയം എന്നത് വയറാണ്. നിശ്വാസം എന്നത് ഹൃദയമാണ്. സ്വയംഭുവം എന്നത് 2 സ്ഥലങ്ങളാണ്. അനലം എന്നത് ത്രിനയനങ്ങളാണ്. വീരം എന്നത് തൊണ്ടയാണ്. രുരു എന്നത് കാതുകളാണ്. അപ്പൊ നിങ്ങൾക്ക് രുരു എന്ന തന്ത്രം കാതുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ രുരുജിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാതുകളെ, ആ നാദത്തിന്റെ ആ കാതുകളെ ജയിക്കലാണ് രുരുജിത്ത് എന്ന് പറഞ്ഞാൽ. ശരിക്ക് ആ നാദത്തെ, വാക്കിനെ ജയിക്കുമ്പോഴേ അത് രുരുജിത്താവുള്ളൂ. രുരു കാതുകളാണ്. മകുടം കിരീടം. വിപുലം അല്ലെങ്കിൽ വിമലം എന്ന് പറയുന്നത് കൈകടയാണ്. ചന്ദ്രജ്ഞാനം എന്ന് പറയുന്നത് മാറിടത്തിനെ മുഴുവനുമായിട്ടാണ്. ബിംബം മുഖം. പ്രോദ്ഗീതം നാവ്. ലളിതം കവിൾത്തടം. സിദ്ധം നെറ്റി, സിദ്ധം നെറ്റിയാണ്. സന്താനം കുണ്ടലം. കിരണം ആഭരണങ്ങള്. വാതുലം ആടകളെന്നും പ്രാണനെന്നും അർത്ഥം പറഞ്ഞിരിക്കുന്നു. കാമികയിൽ പറഞ്ഞതും ശിവാഗമങ്ങളിൽ പറഞ്ഞതും തമ്മിൽ ചെറിയ ചെറിയ ചില്ലറ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. സർവോക്ത, പരമേശ്വര, ചിന്ത്യ, സൂക്ഷ്മ എന്നീ 4 ശൈവാഗമങ്ങളിൽ ഒഴികെ മറ്റെല്ലാത്തിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കൂടാതെ പ്രസൃത എന്ന് കാമികയിൽ പറഞ്ഞ ആഗമം ശൈവാഗമങ്ങളിൽ സഹസ്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാഗമവും അതിന്റെ ദേവിയുടെ ഓർഗനും തമ്മിൽ പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ആഗമങ്ങളുടെ പേര് മാറി വരുന്നുണ്ട് എന്നുള്ളതൊന്ന് ഓർത്താൽ മതി. പിന്നെ മനോന്മനി. ഭ്രൂമധ്യാത് അഷ്ടമം സ്ഥാനം, ബ്രഹ്മരന്ധ്രാത് അധസ്തനം, മനോന്മനീതി കഥിതം തദ്രൂപ. ഒരു പ്രധാന വാക്കാണ് മനോന്മനി. മനോന്മനി എന്നും മനോന്മണി എന്നും പറയാം. മനോ ഉന്മനി എന്നാണ് നാദത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ. ഉന്മനി എന്ന പേരിലൊരു നാദമുണ്ട്, അതാണ് മനോന്മണി എന്ന് പറയുമ്പോൾ അവിടെ രത്നമായി. നായും തമ്മിലുള്ള ഉച്ചാരണ ഭേദം കൊണ്ട് അങ്ങനെയുള്ള അർത്ഥഭേദം വരുന്നതാണ്. മനോന്മനി രൂപമാണ് അവൾ. ഭൂമധ്യത്തിൽ ഇരിക്കുന്ന ഇതാണ് ഈ ആജ്ഞാചക്രം. ഭ്രൂമധ്യത്തിലെ ഇങ്ങനെ ശരിക്കും നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഒരു
ചന്ദ്രക്കല പോലെ നമുക്ക് തന്നെ ഉണ്ടെന്ന് ശരിക്കും. ചന്ദ്രക്കലയുടെ മധ്യത്തിൽ അത് ഇരിക്കുന്നത് കാണാം. അവിടെ പൊട്ടു തൊട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശരിക്കും കാണാം. ആ ഭ്രൂമധ്യത്തിൽ ഇരിക്കുന്ന ആജ്ഞാചക്രം മുതല് ഈ ബ്രഹ്മരന്ധ്രം വരെ ഉള്ള ഈ ഒരു ഭാഗത്ത് ബിന്ദു, രോദിനി, നാദ, നാദാന്ത, ശക്തി, വ്യാപിനി, സമന, ഉന്മനി, മഹാബിന്ദു എന്ന് 9 സ്ഥാനമുണ്ട്. അപ്പൊ ഇവിടെ തുടങ്ങുന്നത് ബിന്ദു മുതൽ മഹാബിന്ദു വരെ. ഈ മഹാബിന്ദുവിന്റെ തൊട്ട് താഴെയുള്ളതാണ് ഉന്മനി എന്ന് പറയുന്ന സ്ഥാനം. ഇതിലെ 8ാമത്തെ സ്ഥാനമായിട്ട് ബ്രഹ്മരന്ധ്രത്തിന് തൊട്ട് താഴെയുള്ളതാണ് മനോന്മനി എന്ന് പറയുന്നത്. മനോന്മനി ഭ്രൂമധ്യാത് 8ാം സ്ഥാനം ബ്രഹ്മരന്ധ്ര. ഇതാണ് മനോന്മനി രൂപിണി എന്ന് പറയുന്നത്. മഹാബിന്ദു എന്ന് പറയുന്നത് സഹസ്രാരം തന്നെയാണ്. ബിന്ദു ആജ്ഞയാണെങ്കിൽ മഹാബിന്ദു സഹസ്രാരമാണ്. മഹാബിന്ദുവിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥാനമാണ് മനോന്മനി. ഉന്മനി അല്ലെങ്കിൽ മനോന്മനി സൂക്ഷ്മശക്തി സ്വരൂപമാണ്, സ്ഥൂലശക്തി സ്വരൂപമല്ല. മനോന്മനിയുടെ ലക്ഷണം എന്താണ്? യാ ശക്തി കാരണത്വേന തദൂർധ്വം ചോന്മനി സ്മൃത നാത്രകാല തലാമാനം ന തത്വം ന ച ദേവത സുനിർവാണം പരം ശുദ്ധം രുദ്രവക്ത്രം തതുച്യതേ ശിവശക്തിരിതിഖ്യാത നിർവികൽപ നിരഞ്ജന. ഹ്രീങ്കാരത്തിൽ ബിന്ദുവിന് മുകളിൽ 8 വർണ്ണം, 8 അക്ഷരഭേദം ഒന്നിനുമേലൊന്നായിട്ട് സൂക്ഷ്മതരമായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്ന ബീജത്തിന്റെ കോർവയായിട്ട് ഒന്നിന്റെ ഒന്ന് കോർത്തിട്ടാണ് ഈ 8 എണ്ണം പറയുന്നത്. നാമം 299 അത് പിന്നെയും പറയുന്നുണ്ട്. ആ മനോന്മനി രൂപമുള്ള, അപ്പോഴാണ് മണി എന്ന് പറയുന്നതിൽ അർത്ഥം വരുന്നത്. കോർവയായിട്ട് കോർക്കുമ്പോ ആ ഉന്മനി ഒരു മണിയായിട്ട്, ഒരു മണി രൂപത്തില് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ടാണ് മണി എന്നും ഉന്മനി എന്നും മനോന്മണി എന്നും തിരിച്ചു പറയുന്നത്. വാമദേവായ നമോ എന്ന ശ്രുതിവാക്യ പ്രകാരം വാമദേവർ, ജ്യേഷ്ഠർ, ശ്രേഷ്ഠർ, രുദ്രർ, കാലന്മാർ, കലാവികരണർ, ഫലവികരണർ, ഫലപ്രബദനർ, സർവഭൂതമനർ, മനോന്മനർ എന്നാണ് 11 ശിവമൂർത്തികൾ. അപ്പൊ ഈ 11 രുദ്രന്മാര്, 11 ശിവമൂർത്തികളിലെ അവസാനത്തെ ആളാണ് മനോന്മനന്മാര്. അപ്പൊ മനോന്മനി അല്ലെങ്കിൽ മനോന്മണി എന്ന് പറയുന്നത് ആ മനോന്മനർമാരുടെ ആ മനോന്മനൻ എന്ന ശിവമൂർത്തിയുടെ ശക്തിയാണ് മനോന്മനി, 11ാമത്തെ രുദ്രന്റെ. യോഗശാസ്ത്രത്തിലാണെങ്കിൽ മനോന്മനി എന്നത് ഒരു മനോനിലയാണ്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞ, മറ്റത് സിംബോളിക്കാണ്. ഇനി ശരിക്കുള്ള ശാസ്ത്രീയമായ അർത്ഥത്തിൽ യോഗശാസ്ത്രം പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനോനിലയാണ്, ഒരു പ്രത്യേക മനോനിലയാണ്. സകല വിഷയബന്ധങ്ങളും നമ്മൾ വിച്ഛേദിച്ചു കഴിഞ്ഞ്, സകല സംസാര ബന്ധങ്ങളും നമ്മൾ വിച്ഛേദിച്ചു കഴിഞ്ഞ്, നമ്മുടെ മനസ്സ് നമ്മുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ അടങ്ങിക്കഴിഞ്ഞ്, നമ്മുടെ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സ് ആത്മോന്മുഖമായിട്ട് തിരിച്ചു വെച്ച്, നമ്മുടെ ആത്മാവിനോട് ആ മനസ്സങ്ങോട്ട് ഐക്യം പ്രാപിച്ച്, തന്നിൽ തന്നെ ലയിപ്പിച്ച്, ആ ലയനത്തിൽ തന്നിൽ തന്നെ സ്വാത്മാവിൽ തന്നെ ലയിപ്പിച്ച്, ആ സ്വാത്മാവും പരമാത്മാവും ലയിച്ച ആ ഒരവസ്ഥ, അതിനെയാണ് മനോന്മനി എന്ന് പറയുന്നത്. അതായത് മനസ്സ്, ഉന്മനി ആത്മോന്മുഖമായിട്ട് വിലയനം പ്രാപിച്ച, പൂർണ്ണലയം പ്രാപിച്ച, നാദലയം പ്രാപിക്കുക. ഉന്മനി എന്ന് പറയുന്നത് നാദസ്ഥാനം കൂടിയാണല്ലോ. ആ ഉന്മനി നാദത്തിൽ ആ നാദലയം പ്രാപിച്ച മനസ്സ് നാദലയത്തിൽ ലയിച്ച് പ്രാപിച്ച് അവിടെ എത്തിക്കഴിഞ്ഞ ആ പരമാനന്ദ അവസ്ഥയാണ് ശരിക്കും മനോന്മനി എന്ന് പറയുന്നത്. ഒരാൾക്ക് മനോന്മനി കിട്ടി അല്ലെങ്കിൽ മനോന്മണി കിട്ടി എന്ന് പറഞ്ഞാൽ, നാഗങ്ങളുടെ ശിരസിലെ മനോന്മണി, ആ ചിന്താമണി കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പരമാനന്ദാവസ്ഥ ലഭിച്ചു കഴിഞ്ഞു, ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞു, ബ്രഹ്മാനന്ദം ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. നിരസ്ത വിഷയാസംഗം സന്നിരുദ്ധം മനോഹൃതി തഥായാദ്യുന്മനീഭാവം തഥാ തത്പരമാം പദം എന്നാണ് ത്രിപുരോപനിഷത്തില് ഇത് പറഞ്ഞിരിക്കുന്നത്. 207ാമത്തെ നാമം മനോന്മനി എന്നത് ഒരു മുദ്രാവിശേഷവുമാണ്. നമ്മൾ കണ്ണ് മൂടുകയോ തുറക്കുകയോ ചെയ്യാതെ, കണ്ണ് മൂടുകയല്ല തുറക്കുകയല്ല, ശ്വാസം വിടാതെ, മനസ്സിൽ യാതൊരു സങ്കല്പ വികല്പങ്ങളുമില്ലാതെ സ്വസ്വരൂപ ധ്യാനത്തിൽ ഇരിക്കൽ. അതായത് ഒരു അർത്ഥനിമീലിത നേത്രത്തില്, തുറന്നിട്ടുമില്ല മൂടിയിട്ടുമില്ല, അർദ്ധനിമീലിതമായിട്ട് ഇങ്ങനെ ശ്വാസം വിടാതെ പ്രാണായാമം പൂർണ്ണമായിട്ട് ചെയ്ത് മനസ്സിൽ യാതൊരു സങ്കല്പ വികല്പവും ഇല്ലാതെ മനസ്സിനെ നിശ്ചലമാക്കി സൈലന്റ് ആക്കി ഇരിക്കുക. നേത്രേ
യയോന്മേഷ നിമേഷ മുക്തേ വായുർയയാവർജിത രേചപൂര മനശ്ച സങ്കൽപ്പ വികൽപ്പ ശൂന്യം മനോന്മണി സാ മയി സന്നിധത്താം എന്നാണ് അതിന്റെ ശ്ലോകം. ധ്യാന ധ്യാതൃ ധ്യേയം എന്ന ത്രിപുടികൾ മുടിഞ്ഞ ഒരു മനസ്സിന്റെ വളരെ സൈലന്റായ, നിശബ്ദമായ, മൗനമായ ആ സമാധിഭാവമാണ് ഈ ഉന്മനി അവസ്ഥ എന്ന് പറയുന്നത്. അതിനെയാണ് ഈ മനോന്മണി എന്ന് കഴിഞ്ഞ നാമത്തിൽ നമ്മൾ വിളിച്ചത്. ധ്യാന ധ്യാതൃധ്യേയഭാവോ യഥാ നശ്യതി നിർഭരം തഥോന്മനത്വം ഭവതി ജ്ഞാനാമൃത നിഷേവണാത് എന്ന് ബൃഹന്നാരദീയത്തില് കാണാം. തന്നെ ധ്യാനിക്കുന്ന ഉപാസകന്മാർക്ക് ഉത്കൃഷ്ട ജ്ഞാനത്തോടു കൂടിയ ഉന്മനീഭാവം നൽകുന്നത് കൊണ്ട് ദേവിക്ക് മനോന്മണി എന്ന് പേര് വന്നിരിക്കുന്നു. മനസ്സിന്റെ മണിയാണവൾ, മനസ്സിന്റെ രത്നമാണവൾ എന്ന് മനോന്മണി എന്ന നാമത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യ മനസ്സ് ഒരു രത്നമായിട്ട് മാറണമെങ്കിൽ ഈ മനോന്മനി എന്ന അവസ്ഥയെ നമ്മൾ പ്രാപിച്ച് നമ്മൾ ആ ദേവിയുമായി തന്മയീഭവിച്ചിരിക്കണം. അപ്പൊ മാത്രമേ ശരിക്ക് ശ്രീവിദ്യ ഉപാസന, വിദ്യോപാസന പൂർണ്ണമാകുന്നുള്ളൂ. ശങ്കരാചാര്യരും മൂകാംബികയെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അദ്ദേഹം ഈ അവസ്ഥയിൽ എത്തി ദേവിയുമായി തന്മയീഭവിച്ചു എന്നാണ്. ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐതിഹ്യ രൂപത്തിലല്ലാതെ കുട്ടികളോടും കുറച്ച് ബുദ്ധി കുറഞ്ഞവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഋഷീശ്വരന്മാര് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ.